ശബരിമല തീർത്ഥാടനത്തിൽ ആദ്യ 15 ദിവസത്തെ വരുമാനം 92 കോടി, കാണിക്ക വരുമാനം 26 കോടിയായി. 47 കോടിയാണ് അരവണ വരുമാനം. 15 ദിവസത്തിനിടെ ശബരിമലയിൽ ദർശനം നടത്തിയ ഭക്തരുടെ എണ്ണം 13 ലക്ഷം കടന്നു. MG പ്രതീഷ് വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് ചേരുന്നുണ്ട്. പ്രതീഷ്, എന്താണ് ഈ വരുമാനവുമായി ബന്ധപ്പെട്ട് കൂടുതലായി പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ ഏത് തരത്തിലാണ്? ഇന്നലെയും അതിന് മുന്നേ ദിവസവുമൊക്കെ താരതമ്യേന തിരക്ക് വളരെ കുറവായിരുന്നു. ഇന്നത്തെ സാഹചര്യം എന്താണ് MG പ്രതീഷ്? റിജിത്ത്, മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം തുടങ്ങിയത് മുതൽ റെക്കോർഡ് വരുമാനമാണ് ശബരിമലയിൽ നിന്ന് ദേവസ്വം ബോർഡിന് ലഭിക്കുന്നത്. ആദ്യത്തെ 15 ദിവസം കൊണ്ട് 92 കോടി രൂപയുടെ വരുമാനം ലഭിച്ചുവെന്നതാണ് ദേവസ്വം ബോർഡിന്റെ കണക്ക്. ഏകദേശം 33.33 കോടി രൂപയുടെ വരുമാനമാണ് ഇതിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ സീസണിൽ 69 കോടി രൂപയായിരുന്ന വരുമാനമാണ് ഇത്തവണ അത് 92 കോടിയായി മാറിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടായിരിക്കുന്നത് അരവണ വിൽപ്പനയിലാണ്. അരവണ വിൽപ്പനയിലും 47 കോടി രൂപയുടെ വരുമാനം ഉണ്ടായിട്ടുണ്ട്. അതായത് 46% വർധനവാണ് കഴിഞ്ഞ സീസണെ അപേക്ഷിച്ച് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. ഒപ്പം ഈ അപ്പം വിൽപ്പനയിൽ നിന്ന് 3.5 കോടി രൂപയും ലഭിച്ചിട്ടുണ്ട്. കാണിക്ക വരുമാനം ഈ കഴിഞ്ഞ സീസണിൽ 22 കോടി ആയിരുന്നുവെങ്കിൽ ഈ സീസണിൽ അത് ഇതുവരെ 26 കോടിയായി എന്നും ദേവസ്വം ബോർഡിന്റെ കണക്ക് സൂചിപ്പിക്കുന്നുണ്ട്. ഈ 13 ലക്ഷത്തോളം തീർത്ഥാടകരാണ് ഈ 15 ദിവസം കൊണ്ട് ശബരിമലയിൽ ദർശനം നടത്തിയിട്ടുള്ളത്. വലിയ തീർത്ഥാടന തിരക്ക് ശബരിമലയിൽ അനുഭവപ്പെടുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ തീർത്ഥാടകരുടെ എണ്ണത്തിൽ കുറവുണ്ടായിരുന്നെങ്കിലും ഇന്ന് താരതമ്യേന വലിയ തിരക്ക് രാവിലെ മുതൽ തന്നെ അനുഭവപ്പെടുന്നുണ്ട്. വൈകിട്ട് 3 മണിവരെ 60,000-ഓളം തീർത്ഥാടകർ ദർശനം നടത്തി എന്നതാണ് ഈ പോലീസിന്റെ തന്നെ കണക്ക് വ്യക്തമാക്കുന്നത്. വരും ദിവസങ്ങളിലും കൂടുതൽ തീർത്ഥാടകർ ശബരിമലയിലേക്ക് എത്തും. ഏകദേശം മണ്ഡലകാലം മുഴുവനുള്ള സമയത്തിന്റെ വെർച്വൽ ക്യൂ ബുക്കിംഗ് ഇതിനോടകം തന്നെ ഫുള്ളായി കഴിഞ്ഞിട്ടുണ്ട്. സ്പോട്ട് ബുക്കിംഗ് കൃത്യമായ നിയന്ത്രണങ്ങളോടെയാണ് ഈ ശബരിമലയിൽ അനുവദിക്കുന്നത്. എന്തായാലും കൃത്യമായ നിയന്ത്രണങ്ങളോടെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം മുന്നോട്ട് പോവുകയാണ്. നാളെ മുതൽ ശബരിമലയിൽ കേരളീയ സദ്യ വിളമ്പുന്നുണ്ട്. ഉച്ചയ്ക്ക് 12 മുതൽ 3 മണിവരെയാണ് കേരളീയ സദ്യ ലഭിക്കുന്നത്. 7 വിഭവങ്ങളായിരിക്കും ഈ സദ്യയിൽ ഉണ്ടാവുക. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും സന്നിധാനത്ത് പൂർത്തിയായിട്ടുണ്ട്. അത്തരത്തിൽ കുറ്റമറ്റ രീതിയിലുള്ള മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലമാണ് ഇപ്പോൾ നടന്നു പോകുന്നത്. റിജിത്ത്, ശരി, ശബരിമലയിൽ റെക്കോർഡ് വരുമാനമാണ്. ആദ്യ 15 ദിവസത്തെ വരുമാനം 92 കോടി രൂപയാണ്. MG പ്രതീഷ് സന്നിധാനത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.